ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് സൂരജും ഉണ്ട് കൂടെ. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് കൊല്ലൂരാണ്. കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാനല്ല, നമ്മുടെ മൂകാംബിക ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി വന്നേക്കണതാണ്, അല്ലെങ്കിൽ ദർശനത്തിന് വന്നേക്കണതാണ്. അതിൻ്റെ ഒരു വീഡിയോസാണ് ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. പലരും ഉണ്ട് കേട്ടോ കൂടെ, ഓരോരുത്തരായിട്ട് കാണിക്കാം. അടിപൊളി കടകളൊക്കെ ഉണ്ട് ഇവിടെ, കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. വിഷ്ണു ഉണ്ട് എൻ്റെ കൂടെ, കിട്ടണവരെ വെച്ചിട്ട് കാണിക്കട്ടെ, കാരണം പലരും പല സ്ഥലങ്ങളിലാണ്. ഞങ്ങളൊരു 10-20 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുടജാത്രയൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോസ് പുറകെ വരുന്നുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഈ അമ്പലത്തിൽ കയറിയപ്പോൾ തന്നെ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാനൊരു ടെൻഷനായിരുന്നു. കാരണം ചിലയിടത്ത് സമ്മതിക്കില്ല. അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ എല്ലാവരും വീഡിയോ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പോയൊരു ഫോട്ടോ എടുക്കേണ്ട കേട്ടോ. അപ്പോൾ അത് എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ, അതൊരു പല സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ നമ്മുടെ പണിയും അത് തന്നെയാണുള്ളത്. ഇവിടെ ഒരു അടിപൊളി രഥമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ സമ്മതിക്കാറില്ല. ഈ വിഗ്രഹം ഇരിക്കുന്ന സ്ഥലമല്ല കേട്ടോ, മെയിൻ സ്ഥലങ്ങളിൽ സമ്മതിക്കാറില്ല. അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ അല്ലാണ്ട് കോമ്പൗണ്ടിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ പല പ്രശ്നമാണ്. പക്ഷേ എന്തുകൊണ്ടും ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഏത് രീതിയിലെടുത്താലും അവർക്ക് ലാഭമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. അത് നമ്മുടെ ഇത് നോക്കിയാൽ അതിന് മുന്നൊരു കാര്യം പറ്റുന്നത് ഇതുണ്ട, വുഡിൻ്റെ വർക്ക് അല്ലെങ്കിൽ കരിങ്കല്ലിൽ കൊത്തുപണികൾ ചെയ്ത് വെച്ചേക്കണുണ്ട്. ഭയങ്കര മനോഹരമുണ്ട് അമ്പലം, ഒരിക്കലെങ്കിലും സന്ദർശിക്കാനാണ്. ഞാനൊരു 8 കൊല്ലം മുന്നേ ഞാനവിടെ പോയിരുന്നു. അന്ന് ഞാൻ അമ്പലം കയറി കണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ഒരു ഗോവ ട്രിപ്പിൽ ഞങ്ങൾ മൂകാംബികയിൽ പോയി റൂം എടുത്തിട്ട് കുടജാത്രി കയറിയായിരുന്നു. എന്നിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പിടിച്ചത്. ചന്ദനം കൊണ്ട് നമ്മുടെ മാൾ വന്നിട്ടുണ്ട്. ചന്ദനം തൊട്ട് അമ്പലത്തിൽ പോയാൽ മസ്റ്റാണ്, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ ഫോട്ടോയും വീഡിയോ എടുക്കാനൊക്കെ കാശ് പോയിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവർ ഇപ്പോൾ യൂട്യൂബർ അല്ലാണ്ടാണെങ്കിലും കൊണ്ടുപോയി ഇടുമ്പോൾ ഒരു പരസ്യമാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ഷൂട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഇപ്പോൾ ഈ ഗോപ്രം കൊണ്ട് പോകുമ്പോൾ കാശ് പോയിക്കും. അപ്പോൾ ഞാനൊരു കയ്യിൽ നല്ല ക്വാളിറ്റിയിലൊക്കെ ചിലപ്പോൾ അപ്പുറത്ത് മൊബൈലിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ, മനസ്സിലായോ. പിന്നെ ഇതുണ്ട അവിടുത്തെ മൂകാംബിക ദേവിയുടെ രൂപമായിട്ട് ഒരു പ്രദക്ഷിണം വെക്കുകയാണ്. ശേഷം ഈ രഥത്തിൽ, ഞാൻ നേരത്തെ കാണിച്ച രഥത്തിലും പിന്നെ പല്ലക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചായിരുന്നു. ആ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ദർശനത്തിന് ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അന്ന് എന്തോ സ്പെഷ്യൽ ഡേ ആയിരുന്നോ എനിക്കറിയില്ല. എന്നോട് പലരും ചോദിച്ചു. ഒരു തമിഴ് ഫാമിലിയാണ് ലാസ്റ്റ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് தெரியாது, നല്ല എൻ്റെ ഊര് വന്ന് എറണാകുളം എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കിനൊക്കെ പിടിച്ചിരുന്നു. അപ്പം ഇതുണ്ട് ദേവിയുടെ രൂപമായിട്ട് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുടജാത്രയിൽ പോയി കഴിഞ്ഞിട്ട് രാത്രി ഇവിടെ വരികയുണ്ടായി. അപ്പോഴും ഈ രഥത്തിൽ ഇങ്ങനെ ദേവിയുടെ രൂപമായിട്ട് ഇങ്ങനെ പ്രദക്ഷിണം വെക്കുകയുണ്ടായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ, ഒന്നും വിചാരിക്കരുത്. അല്ല, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്ന രീതിയിലാണ് ഷെയർ ചെയ്യുന്നത്. ഇതുണ്ട് പല്ലക്കിൽ കൊണ്ടുപോകണേന്ന്. ഇപ്പോൾ ഈ രഥം തള്ളിക്കൊണ്ട് പോകുമ്പോൾ രഥത്തിൻ്റെ വീല് തള്ളിക്കൊടുക്കാൻ, വീലിൻ്റെ അങ്ങോട്ട് പോലീസുകാർ ഫ്രണ്ടിൽ നിർത്താറില്ല, പോലീസുകാർ സെക്യൂരിറ്റീസ് ഉണ്ട്. അതുപോലെ കയർ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ എന്നോട് ലാസ്റ്റാണ് പറഞ്ഞത് അതൊന്നും പോയി വലിക്കുക, എല്ലാവരും ഒരു ആഗ്രഹമാണെന്ന് പറയാം. അപ്പോഴാണ് ഞാൻ കൊടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇപ്പോൾ വേളാങ്കണ്ണി പള്ളി പോകുമ്പോൾ ക്രിസ്ത്യാനികൾ അവിടെ പോയിട്ട്, വേളാങ്കണ്ണി ക്രിസ്ത്യാനികളായിട്ട് എല്ലാവരും ചെയ്യാറുണ്ട്, എന്നാലും ഞാൻ എടുത്ത് പറഞ്ഞാണ്. അവിടെ ചിലപ്പോൾ രൂപം എടുക്കാൻ വേണ്ടി ഭയങ്കര ഇടിയായിരിക്കും. കാരണം അതൊരു എന്താണ് അവരൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ പറഞ്ഞാൽ ഈ രഥം വന്നപ്പോൾ അതിൻ്റെ കയറിൽ പിടിക്കാനൊരു അവസരം കിട്ടി. എനിക്ക് 2-3 സെക്കൻഡ് കിട്ടിയുള്ളൂ. കാരണം ലാസ്റ്റ് ടൈമിലാണ് ഞാനത് അങ്ങനെ ഒരു സംഭവം ഉള്ളത് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ എന്നോട് പറയണത്. അവിടെ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഞാൻ പോയപ്പോഴേക്കും അവിടെ കഴിഞ്ഞു. 3rd റൗണ്ടിലാണ് ഞാൻ എനിക്ക് കാണുന്നത്. അതിലൊരു 3 സെക്കൻഡായിട്ട് എനിക്ക് കിട്ടിയുള്ളൂ. എന്തായാലും ഹാപ്പിയാണ്. പിന്നെ എന്താണ് ഇത്, ഇവിടെ ആണെങ്കിലും നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നോക്കാം, വരാനുള്ളതാണെങ്കിൽ എന്തായാലും ആ ദിവസങ്ങളിൽ വർക്കൊന്നും ഉണ്ടാവില്ല, ഞാനും കയറിപ്പോയി കേട്ടാന്ന് പറഞ്ഞ് സീറ്റ് ഫ്രീ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ കയറിപ്പോയി. ലാസ്റ്റ് ടൈം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ചിലതൊന്നും നിമിത്തമാണ്. ഈ വേളങ്കണ്ണി പോകാൻ വേണ്ടി കൂട്ടുകാരൊക്കെ ഒരു 3-4 മാസം മുന്നേ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത്, അല്ലെങ്കിൽ ബസ് ബുക്ക് ചെയ്ത് എന്താണ് സീറ്റൊക്കെ ഫില്ലായെന്ന് പറഞ്ഞ ടൈമിൽ ഞാൻ പറയും ഞാൻ വരണ്ടാണ്, അവിടെ സീറ്റ് ഫ്രീ ഉണ്ടാവും ആ ടൈമിലെന്ന് പറയും. സത്യമായിട്ട് ഞാൻ ചെല്ലുമ്പോൾ 4 പേരായിട്ട് ക്യാൻസൽ ചെയ്തിട്ട് 4 സീറ്റ് ഉണ്ടായി. എനിക്കൊരാൾക്ക് കയറി മതി. അപ്പോൾ ഈ പറഞ്ഞ ചിലതൊരു അനുഗ്രഹമാണ്. നമ്മൾ എല്ലായിടത്തും പോകുക അതിലൊന്നുമില്ല. ചിലർക്ക് എന്താണ് ക്രിസ്ത്യാനി അമ്പലത്തിൽ പോകില്ല, അല്ലെങ്കിൽ ഹിന്ദുസ് അപ്പുറത്തേക്ക് പോകില്ല. അതായത് നമ്മളൊക്കെ മനുഷ്യനാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ളൂ എന്തും എന്ന് കരുതുക. ആരും ഞാൻ മതപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞതല്ല. പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മൾ ഈ ഭൂമിയിലുള്ള എല്ലായിടത്തും ചെല്ലുക, അല്ലെ എല്ലാം കാണുക. ആ ടൈമിൽ നല്ലതും ചീത്തയും തിരിച്ചറിയുക. നല്ലത് മാത്രം എടുത്ത് ഒരു കുഴപ്പമില്ല, അത്രേ പറയുന്നുള്ളൂ. പിന്നെ നമ്മുടെ മതങ്ങൾ മറ്റുള്ളയാളെ അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും നോക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ, എൻ്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ അത് അല്ലെങ്കിൽ ഞാനാണ് ശരി നിങ്ങൾ തെറ്റ്, അത് ചെയ്യരുത്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരായിട്ട് ആദ്യം കാണുക. എന്തായാലും ഇങ്ങനൊരു യാത്ര പോകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നി. ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. നമുക്ക് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, രഥത്തിൻ്റെ വീല് നോക്കി, ഓരോരുത്തർ വീല് അല്ലെങ്കിൽ ആ ഫ്രണ്ടിൽ കയറുണ്ട്. ഞാനും പോയൊന്ന് എനിക്ക് ജസ്റ്റ് കുറച്ച് ഒരു 2-3 സെക്കൻഡ് കിട്ടിയോളട്ടെ എനിക്ക്. ഞാൻ ലാസ്റ്റ് ടൈമിലാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടണം, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത്. അങ്ങനെയാണ് ഞാൻ ഓടിച്ചെന്ന് തൊട്ടത്. അല്ലെങ്കിൽ
കയറിൽ വലിക്കാൻ കുറച്ച് നേരമെങ്കിലും ഗ്യാപ്പ് കിട്ടി, ഞാൻ ചെയ്തു. ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തണില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഗൂഢജാത്രയിൽ പോകണ്ട, അതിൻ്റെ ഒരു വീഡിയോ അടുത്തത് വരുന്നുണ്ട്. എന്തായാലും അത് മാത്രമല്ല, അതിൻ്റെ ബാലൻസും ഉണ്ട്, അതെല്ലാം വരും, പുറകെ വരും കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കാതെ. ഞാൻ ആ വീട്ടിൽ ഒന്ന് ഞാനും പോയി തൊട്ടു. അപ്പുറത്ത് അവിടെ രതീഷ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ, ആൾ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവിടെയും പോയി കയറും വലിച്ചിരുന്നു കുറച്ച് നേരം. അപ്പോൾ എന്തായാലും എന്താണ്, അപ്പോൾ ബാക്കി വീഡിയോസ് പുറകെ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞാൽ തന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് വീഡിയോ ആണെങ്കിൽ ഒന്ന് ഫോളോ ഇട്ടേക്കുക. പിന്നെ അമ്പലത്തിൽ ഇവിടെ പോയി ദർശിക്കാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ആ ദിവസം 3 തവണ ഞാൻ പോയിരുന്നു. അതായത് രാവിലെ 2 തവണയും രാത്രി, ആ ദിവസം തന്നെ രാത്രിയും പോയി അമ്പലത്തിൽ പോയി തൊഴുതു, അല്ലെങ്കിൽ ദർശിച്ചു ദേവിയെ. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എന്നെ പലരും വിളിക്കാറുണ്ട്, കേട്ടാ മതപരമായിട്ടുള്ളൊരു വീഡിയോ എടുക്കുമ്പോൾ നിന്നെയാണ് നല്ലതെന്ന് പലരും പറഞ്ഞ്. നമ്മുടെ സന്തോഷമുള്ളൂ അങ്ങനെ കേൾക്കുമ്പോൾ. ചേട്ടൻ വിളിച്ചു ചേട്ടാന്ന് പറഞ്ഞ്. വേറൊരു കോമഡി, ഞാനിതുവരെ കോമഡി അല്ല കേട്ടോ, അതായത് ഞാനിതുവരെയും പറയാത്ത കോമഡി അല്ല കേട്ടോ, അത് അറിയാൻ വന്നതാണ്. എൻ്റെ അമ്മ ഹിന്ദു, അപ്പച്ചൻ ക്രിസ്ത്യാനിയായിരുന്നു. കല്യാണത്തിന് ശേഷമാണ് അമ്മ ക്രിസ്ത്യാനിലൊക്കെ. അപ്പം ഞാൻ പലരോടും പറയും, ഞാൻ 2 മതത്തിലാണ് ജനിച്ചത്, അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് പറയും. അപ്പോൾ നമ്മളതൊന്നും നോക്കണം, നമ്മുടെ പ്രവൃത്തി നന്നാവുക, അതാണ് ഏറ്റവും വലുത്. എവിടെയൊക്കെ എന്തൊക്കെ വെറുതെ മൂകാംബിക അമ്പലത്തിൽ പോയപ്പോൾ ഇത്രയും ഗ്യാങ് നമ്മുടെ കൂടെ ഉണ്ടായിട്ടോ. കുറച്ച് പേരും കൂടി ഉണ്ട്, അവരെ കിട്ടിയിട്ടില്ല. അതെന്തായാലും അടുത്തൊരു വീഡിയോ വന്നിട്ടുണ്ടല്ലോ, അതിൽ ശരിയാക്കാതെ. അത് കഴിഞ്ഞ് അന്നദാനം ഉണ്ടായി, അതൊക്കെ കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പിരിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന്. നെക്സ്റ്റ് കൂടി രാത്രിയാണ്. ഇത് എൻ്റെ രാത്രി വന്നപ്പോൾ എടുത്ത വിഷ്വലാണ്, ഞാൻ പറഞ്ഞില്ലേ, രാത്രി വന്നപ്പോൾ വീണ്ടും ദർശിക്കാൻ കയറിയപ്പോൾ എടുത്ത ഒരു വിഷ്വലാണ്. അപ്പോഴും രഥത്തിൽ ദേവിയും എന്നെ പ്രദക്ഷിണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് തന്നെ ഗൂഢജാത്രയിലാണ്, അതൊന്ന് കാണണ്ട കേട്ടോ. ജീപ്പ് റൈഡൊക്കെ ഉണ്ട് മോനെ. പോകാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് കാണണം. ഇതുവരെയും പോകാത്തവർ മസ്റ്റായിട്ട് കാണണം. പ്രായമുള്ളവരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അവർ വരെ ഹാപ്പിയാണ്. ഞങ്ങളെന്തായാലും ഹാപ്പി ആയിരിക്കും, ഞാൻ ഇതിന് മുന്നേയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഹാപ്പിയാണ്. പോകാൻ പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഗൂഢജാത്രയിൽ പോയി കയറിയിരിക്കണം. അമ്പലം സന്ദർശിച്ചു, ആയിരുന്നു കുഴപ്പമൊന്നുമില്ല, ഏത് ജാതിക്കാരും മതകാരെങ്കിലും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ടാണ്. താങ്ക് യു, ബൈ.